പേടി വല്ലതും ഉണ്ടോ? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആദർശ് ഞാൻ തിരുപ്പി വന്നാച്ചു കാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ അനൗൺസ് ചെയ്യണ്ടേ? ഇവന് ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരിക്കും അല്ലേ? ഗോപി കൃഷ്ണ ടെക്കി ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ 6 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ പിന്നെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് തുടങ്ങിയേക്കാം. ഇതാണ് എന്റെ പ്രൊഡക്റ്റ്. ഇത് ബാഗ് വെറും ഒരു ബാഗ് അല്ല, ഇതിനകത്ത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തൊരു സാധനമുണ്ട്. ഇവിടെ ചാർജിങ് കേബിൾ ഉണ്ട്. അത് ഇതാ കുത്ത്. മറ്റേ പരസ്യമായിട്ട് പുറകെ കൊണ്ട് നടക്കുന്ന സാധനമാണ് ഈ സാധനം ഇങ്ങനെ കടന്ന് പവർ ബാങ്കില് പവർ ആയിട്ട് ലൈറ്റ് വരുന്ന LED പാനലുള്ള ഒരു ബാഗ്. 2 വീലർ ഓടിക്കുന്നവർക്ക്, ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ പട്ടി ഷോ കാണിക്കാനും, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പ്രോഡക്റ്റ് ആണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആപ്പ് ഉണ്ട്, ലോയി സ്പേസ് എന്ന് പറഞ്ഞ ആപ്പ് ഇതിന്റെ തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ വൈഫൈ വഴിയോ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. നായകനൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഇതിനകത്ത് ആപ്പ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ഇതിനകത്ത് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിനകത്ത് ഫ്രീ ഡ്രോ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമുക്കിനകത്ത് OT എന്ന് എഴുതുന്നു. ആ ലൈഫ് ടൈം തന്നെ നമുക്ക് നമ്മുടെ ബാഗിൽ കാണിക്കും. നമുക്കിപ്പോ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ ജസ്റ്റ് തിരിഞ്ഞാൽ മതി. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ വിളിച്ചു പറയണ്ടേ? അലക്സ ടേൺ ഓഫ് ഓൾ ലൈറ്റ്സ്. കൊള്ളാമല്ലേ സാധനം? ഇത് 4700 രൂപ. മഴ തന്നെ വാട്ടർ പ്രൂഫ്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ. പക്ഷെ ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഒത്തിരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ലാപ്പോ ടാബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. കൊള്ളാം. ഇതാണ് എന്റെ പ്രോഡക്റ്റ്. നമ്മുടെ നോർമൽ ബൾബ് ഹോൾഡർ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഈ ഡിവൈസ് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതൊരു മോഷൻ സെൻസർ ആണ്. ബൾബിന്റെ ഹോൾഡറിലേക്ക് ഈ യൂണിറ്റ് പിടിപ്പിക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഈ ബൾബ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഈ സാധനം ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കുന്നു. നമുക്ക് എങ്ങോട്ടാണ് മോഷൻ വരുന്നത് വെച്ചാൽ ആ ഭാഗത്തേക്ക്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തനിയെ ലൈറ്റ് ഓൺ ആവുകയും പോന്നു കഴിഞ്ഞാൽ ടൈമറാണ്. ഇതിൽ ടൈമർ ഉണ്ട്. ഈ സാധനത്തിൽ തിരിച്ച് നമുക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിൽ 6 മിനിറ്റ് ടൈമിംഗ് ഇട്ടേക്കുന്നത്. അപ്പൊ 6 മിനിറ്റ് ഓൺ ആയി കിടക്കും. മോഷൻ ഒന്നും ഡിറ്റക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ആയി. പക്ഷേ ഒരു 10 മിനിറ്റ് ടോയ്ലറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ടോയ്ലറ്റ് ഇരുന്നാൽ മതി. അപ്പൊ നിന്റെ ചൂട് കൊണ്ട് ഇത് അനങ്ങി അങ്ങനെയൊന്നുമില്ല, അനങ്ങാതെ ഓഫ് ആയി പോകും. ഞാൻ കൈ കഴുകാൻ വാഷ്റൂമിൽ കയറി കൈ എന്റെ ബാത്റൂമിൽ ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓൺ ആയി കിടക്കും. ഇവിടെ അകത്ത് നിൽക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല ലൈറ്റ് ഓഫ് ആണ്. ഡോർ ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആണ്. 7-8 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഓൺ ആയി കിടക്കും. രാത്രി ഓഫ് ആക്കാൻ മറന്നു വീട്ടിൽ കിടന്ന് ഉറങ്ങി കഴിയുമ്പം മടി ആയിരിക്കാം, മടിയായിരിക്കാം. എന്നെ സംബന്ധിച്ച് കുറച്ചും അവന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടിരിക്കുക പോകണ്ട. നമ്പർ അടിക്കുന്നത്. ഇതിന്റെ വില 399 രൂപ. കേടായ മാറ്റാനും. ഞാൻ കഴിഞ്ഞ ഒരിടയ്ക്ക് മലപ്പുറം വരെ ഒന്ന് പോയായിരുന്നു. അപ്പൊ കാർ ഓടിച്ച് പോയപ്പോഴത്തേക്ക് എനിക്ക് പെടലിക്ക് നന്നായിട്ട് പെയിൻ വന്നു. അതുപോലെ എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖമുള്ളതുകൊണ്ട് തലവേദനയും വന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ ഒറ്റ വാക്കാ പറഞ്ഞു, വണ്ടി ഓടിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെ ഒറ്റ വാക്കി പറഞ്ഞു? വണ്ടി അങ്ങനെ അധികം ദൂരം ഓടിക്കാൻ പറ്റത്തില്ല, മൈഗ്രെയിൻ പരിഹരിക്കുന്നു. അപ്പൊ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് ഇത് ബെസ്റ്റ്. മറ്റേ ഇത് ഇങ്ങനെ പിന്നാമ്പുറത്ത് വെക്കാൻ കൊണ്ടുവരുന്ന സാധനമല്ലേ, ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് പിന്നെ നല്ല ഇത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോ ഇത് കണ്ടാലും കൂടെ ഉപകാരമുള്ള പ്രോഡക്റ്റ് ആണ്. എന്തിനു വേണ്ടി ഇത് യൂസ് എന്തുവരുന്നതിന്റെ? കാർ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ പുറകിലത്തെ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് മിക്ക കാറിന്റെ ഇത് മുട്ടത്തില്ല. അപ്പൊ മുട്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിന് പകരം അത് വെക്കുന്നതാണോ ഇത് വെക്കുന്നതാണോ? ഇത് വെക്കുന്ന ഒരു ഇറിറ്റേഷൻ വെക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് അത്ര കംഫർട്ട് അല്ല. നമ്മൾ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും മേടിച്ചോ വേറെ ഗുണമുണ്ട്. എന്നാ പറയുക, എയർപോർട്ടിൽ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 700 രൂപ. എനിക്ക് അതിന്റെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ല. അത് കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കും ഇതാണെന്ന്. ഇതുമല്ല, ദിസ് ഈസ് ദ പ്രൊഡക്റ്റ്. കണ്ടിന്യൂസ് ട്രാവൽ ചെയ്ത് ബൈക്കിൽ ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ബൈക്കിലൊക്കെ പൊക്കോണ്ട് ഇപ്പോൾ ജിയോയിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയം, ഇപ്പോൾ ഒരു കോള് വന്നാൽ നമ്മൾ നിർത്തണം, പിന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കണം. ബാൻഡ് വെച്ചെങ്കിലും ഹെൽമെറ്റ് വെക്കുമ്പോഴത്തേക്ക് അത് ഒരു ചെവി നൂരിപ്പോവും. ചെവി കുറച്ചു നേരം ഇറുകിയിരിക്കുമ്പോൾ വേന എടുക്കും. ഇതിനകത്ത് ഒന്നും വേണ്ട. ഈ സാധനം കണക്ട് ചെയ്യുക. ഇതിനകത്ത് ഇവിടെ ഒരു സ്പീക്കറുണ്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്.
കോള് വന്ന് അറ്റൻഡ് ചെയ്യാം. അല്ല ഇതിനകത്ത് സ്പീക്കറിന് ഇൻബിൽട്ട് വരുന്നതാണോ അതോ മാനുവൽ ആഡ് ചെയ്യുന്നതാണോ? നമ്മൾ വെക്കണം, ഏത് ഹെൽമെറ്റിലും വെക്കാം. ഈ പാഡിങ് അഴിക്കാം, എന്നിട്ട് ഇതിനകത്ത് ഒട്ടിച്ച് വെക്കാം. ഇതുണ്ട് മൈക്കിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്തുകൊണ്ട് കോൾ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാനുള്ള ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്. സ്ലോ ചെയ്തിട്ട് സൈഡിൽ നിർത്തിയിട്ട് ഹെൽമെറ്റ് ഊരണ്ട. പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം. അല്ല ഈ സൊമാറ്റോ സ്വിഗ്ഗി ഒക്കെ ഓടിക്കുന്നവർക്ക് എന്ത് യൂസ്ഫുൾ ആണ്. ചാർജ് എങ്ങനെയാണ്? ചാർജ് ചെയ്യുന്നത് ഇതിന്റെ അകത്തൊരു കേബിൾ ഉണ്ട്. ഇത് ഇച്ചിരി പുരാതനമാണ്, മറ്റേ മൈക്രോ യൂസ് പി ആണെങ്കിലും അത് എത്ര കുറെ പണ്ട് ഞാൻ മേടിച്ച സാധനമാണ്. 1500 രൂപ. ജഗ് ഉണ്ട്, അപ്പുറം അറബി ഉണ്ട്. ദൈവമേ ജഗ്ഗിന്ന് പറഞ്ഞ ഭൂതമേ എന്നെ രക്ഷിക്കണേ, എനിക്ക് ജഗ് അമ്മേ കൈ തിരിക്കണമേ. ദൈവമുണ്ട്, സൈക്കിളൊക്കെ നിർത്തിക്കണം, ദൈവമുണ്ട്. It was at this moment he knew he fucked up. നമ്മുടെ ജ്യോതിസ് ബ്രോ മുംബൈയിൽ നിന്ന് എഴുതി തന്ന ടാസ്ക് ആണ്. അപ്പൊ നമ്മള് ബാർബിക്യൂ ഉണ്ടാക്കാനായിട്ട് മോള് മേടിച്ചു വെച്ച കനലുണ്ട്, അതെടുത്ത് നമുക്ക് കത്തിച്ച് സെറ്റ് ആക്കി കൊടുക്കാം. അതേ കൂടെ 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 10 മിനിറ്റോ? 1 മിനിറ്റ് സമയമൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. കാലൊക്കെ പൊള്ളും. അയ്യോ പേടി വല്ലതും ഉണ്ടോ? എനിക്ക് എന്നാ പേടിക്കാനാ? എന്നാ ലൈഫാണോ നിന്റെ? ഈ കുടുത്തം വാടത്തില്ലെന്നല്ലേ? ഞാൻ വാടത്തില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഇത് പുള്ളിടാ. ഈ കുടുത്തം വാടത്തില്ലെന്നല്ലേ? ഞാൻ വാടത്തില്ല. ചുമന്നൊക്കെ ഇരിപ്പുണ്ട്. ഉറങ്ങിപ്പോകും. ഹാൻഡ് ഫ്രീ യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. ഹാൻഡ്സ് ഫ്രീ. ഇന്ന് മൊത്തം എനിക്കിട്ട് കിട്ടുവാണില്ല. ഇങ്ങനെ നേരെ നിൽക്കുന്ന ഇങ്ങനെ വളരെ അവന്റെ കൊടുക്കല് അവന് ശരിയല്ല. അവന്റെ കൊടുക്കല്